നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ ശക്തമാക്കുകയാണ് പോലീസ്. പ്രതി അരക്കുമലയിലുണ്ട് എന്ന സൂചനയിലാണ് പോലീസ്. പോത്തുണ്ടി, ബോയൻ കോളനി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് പോലീസ് പരിശോധന തുടരുകയാണ്. അതേസമയം പ്രതിയുടെ വീട്ടിൽ നിന്നും ഒഴിഞ്ഞ വിഷക്കുപ്പി കണ്ടെത്തി. കൃത്യം നടത്താൻ ഉപയോഗിച്ച കൊടുവാളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസ് അനാസ്ഥ കാട്ടിയെന്ന് സുധാകരന്റെ മകൾ പറഞ്ഞു. ഭയം കൊണ്ടാണ് അച്ഛനൊപ്പം വീട്ടിലേക്ക് വരാതിരുന്നത്. വന്നിരുന്നുവെങ്കിൽ താനും കൊല്ലപ്പെടുമായിരുന്നുവെന്നും സുധാകരന്റെ മകൾ അഖില പറഞ്ഞു. ഡിസംബർ 29 ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തുന്ന എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ അച്ഛപ്പടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എൻ്റെ അവസ്ഥ. പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് 4 വർഷം ഇരുത്തു. അതാണ് ഇവിടെ നടക്കണത്. എൻ്റെ അമ്മയ്ക്ക് അതന്നെയല്ലേ അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എൻ്റെ അച്ഛന് അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അയാളെ നോക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. ഇനി എനിക്ക് പ്രതി ചെന്താമര ആയുധമെടുത്താണ് നടന്നിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. വടിവാള് കാണിച്ച് എന്റെ സെറ്റപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. മഴുവും വടിവാളുമായിട്ടായിരുന്നു ഇയാളുടെ നടപ്പ്. ഇയാളെ പേടിച്ചാണ് ജീവിച്ചിരുന്നത് എന്നും നാട്ടുകാർ പറയുന്നു. സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒപ്പ് സൈൻ മേടിച്ചിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത ഭീഷണിയുണ്ട്. അയാൾ വീണ്ടും അതന്നെ ചെയ്യും. അയാൾക്ക് അതേ ഒരു ടെൻഡൻസിന് ഇങ്ങനെ കൊല്ലണം എന്നുള്ള ടെൻഡൻസിന്. ഇപ്പോൾ അതപ്പോൾ അവിടെ ഇന്ന് രാവിലെ അവിടെ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്ത് വാൾ ഇങ്ങനെ ഊരി കാണിച്ചത്. അത് കണ്ടില്ല, ഇതാ നീളമുണ്ട്, ഇതാണ് എൻ്റെ സെറ്റപ്പ്. ബൈക്കിൽ പോകുമ്പോൾ വീശായാലും വീഴും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഭീഷണിപ്പെട്ടത്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും അയാളെ അവിടെ കൊന്നിട്ടു. ഇതൊരു സെറ്റപ്പാണ്, എൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ ചോദിച്ചു. നിൻ്റെ എന്ത് സെറ്റപ്പ് എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഇത് വിറക് അവിടെ ഇട്ടിട്ട് ഈ വടിവാള് കണ്ടു. നീ ഈ സെറ്റപ്പ് കൊണ്ട് നടക്കണം, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ മിണ്ടാണ്ടിരിക്കട്ടെ ചെന്താമരയെന്നും പറഞ്ഞു. 3 പ്രാവശ്യം പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു മറ്റേ എന്താണ് കണ്ണ് കാണിച്ച മൂക്ക് കാണിച്ച അവർ ജാമ്യത്തിലാണ്, കോർട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. 3 പ്രാവശ്യം ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തു. പരാതി കൊടുത്തിട്ട് അടുത്ത പോലീസുകാരുടെ ഭാഗത്ത് ഒരു നടപടി മഴുവ് ഇല്ലെങ്കിൽ അരിവാള് ഇതൊക്കെയാണ് അയാളുടെ ആയുധം. കൈക്കോട്ടെ വരുമ്പോൾ നമ്മൾ ചെത്താൻ ഉപയോഗിക്കും. ഇപ്പം ആരെങ്കിലും ജസ്റ്റ് നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സാധനമുണ്ട് അന്നൊക്കെയാണ് അയാളുടെ മറുപടികൾ. ഇങ്ങനെയായി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതും കൂടെ ഒന്ന് അറിയണ്ടേ. ഇത്രയും 5 കൊല്ലം ആ ചേച്ചി മരിച്ച ശേഷം ഈ 5 കൊല്ലം ഞങ്ങൾ പേടിച്ച് ജീവിച്ചു. ഇപ്പോൾ ഇയാൾ വന്നിട്ട് 2 മാസമൊക്കെ ആയി. എന്നിട്ടും ഞങ്ങൾ വിറക്കുകയാണ്. എന്താണ് ഇയാൾ അടുത്തൂടെ പോകുമ്പോൾ തന്നെ പേടിക്കുക. ഞാനൊന്നും ചെയ്യാറില്ല, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ പഴയതുപോലെയല്ല, എല്ലാ തരത്തിലും ഞാൻ മാറി നല്ലവനായിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ഈ വന്നത് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കുട്ടി മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് സാറേ. പ്രതിയായ ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഡിസംബർ 29 പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെന്താമരയെ പോലീസ് വിളിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, പ്രതി അരക്കുമലയിലുണ്ട് എന്ന സൂചനയിലാണ് നിലവിലെ പോലീസ് അന്വേഷണം. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അത് ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ഈ പ്രതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ മറ്റോ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്? സേതുലക്ഷ്മി, ഇപ്പോൾ പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതിൽ ഈ പ്രദേശത്ത് പോലീസ് കരുതുന്നത് ഇതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ തന്നെ പോത്തുണ്ടി, അതോടൊപ്പം തന്നെ നെല്ലിയാമ്പതി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഈ പ്രതി ഉണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം 2019 പ്രതി നടത്തിയ കൊലപാതകത്തിൽ അന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്നത് പോത്തുണ്ടിയോട് ചേർന്നിട്ടുള്ള വനമേഖലയിലായിരുന്നു. അവിടെ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സംഭവത്തിന് ശേഷവും രാവിലെ ഡോഗ് സ്ക്വാഡ് ഇതിന് ശേഷം പരിശോധന നടത്തിയപ്പോഴും ആദ്യം തറവാട്ടിലേക്ക് പോവുകയും പിന്നീട് സമീപ പ്രദേശങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ എവിടെയെങ്കിലും പ്രതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത്. ആലത്തൂർ DYSP മുരളീധരൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഒന്ന്, ഈ നേരത്തെ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഈ പ്രതി
കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന കൊടുവാൾ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചിട്ടാണ് പ്രതി കടന്നു കളഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു സംശയം തോന്നുന്നത് ഇതിൽ വിഷക്കുപ്പി, ഈ വീടിനകത്ത് നിന്ന് ഒരു വിഷക്കുപ്പി കൂടി ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഒഴിഞ്ഞ വിഷക്കുപ്പിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കൃത്യം നടത്തിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ വിഷം കഴിക്കാനുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അധിക ദൂരമൊന്നും പോകാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ മേഖലയിൽ എല്ലായിടത്തും തെരച്ചിൽ, പോലീസും നാട്ടുകാരുമെല്ലാം തന്നെ തെരച്ചിൽ വലിയ തോതിൽ നടത്തുന്നത്. എന്തായാലും സജീവമായി പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പ്രതിക്കായുള്ള തിരച്ചിൽ പല വിധത്തിൽ പോലീസ് 4 സംഘങ്ങളായി തിരിഞ്ഞാണ് നിലവിൽ ഈ പ്രതി ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഒരു അനുമാനമനുസരിച്ച് അരക്കുമലയിൽ ഇയാൾ കാണും എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഒപ്പം തന്നെ പോത്തുണ്ടി, ബോയൻ കോളനി ഇവിടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് പരിശോധന നടത്തുകയാണ്. പ്രസാദ് ഉറുമ്പശ്ശേരി തുടരുന്നുണ്ട്. പ്രസാദ്, ഈ മൃതദേഹങ്ങളുടെയൊക്കെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായി. ഇനി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്കൊക്കെ ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമോ? സുലക്ഷ്മി, ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാവില്ല. നാളെയാണ് പോസ്റ്റ്മോർട്ടം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പൂർത്തിയാക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതിൽ ഇപ്പോൾ ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള 28 അംഗ സംഘമാണ് അന്വേഷണത്തിനോടൊപ്പം ഉള്ളത്. കൂടുതൽ പേരെ കൂടി നിയോഗിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നേരത്തെ ഈ വിഷക്കുപ്പി കണ്ടെത്തിയതാണ് ഇപ്പോൾ തെരച്ചിൽ കൂടുതൽ സജീവമാക്കാൻ ഈ പ്രദേശത്ത് തന്നെ പോത്തുണ്ടി, നെല്ലിയാമ്പതി, അതോടൊപ്പം തന്നെ ഈ കൊലപാതകം നടന്നിട്ടുള്ള ബോയം കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ തെരച്ചിൽ വ്യാപകമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിഷക്കുപ്പി കണ്ടെത്തിയതാണ്. അത് ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നത് ഒന്നും തന്നെ വ്യക്തമല്ല. എന്തായാലും പോലീസും നാട്ടുകാരും ഈ പ്രദേശത്തെല്ലാം തന്നെ തെരച്ചിൽ സജീവമാക്കിയിട്ടുണ്ട്.